അങ്ങനെ ഇതാ നമ്മളുടെ മുമ്പിൽ ഇതാ വീണ്ടും ഓണം വന്നെത്തി. ഓണവിശേഷങ്ങളുമായി നമ്മളിതാ വടക്കേൽ തറവാട്ടിലാണ് എത്തിയിരിക്കുന്നത്. ധാരാളം കുടുംബത്തിലെ മെമ്പേഴ്സിനെ നമുക്ക് ഇവിടെ കാണാം. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും സർപ്രൈസ് ആയി പോകും. ഇന്നത്തെ കാലത്തും ഇങ്ങനെ ഒരു യൂണിയനൊക്കെ ഓണക്കാലത്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ. എന്തായാലും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം ഇവരുടെ ഓണക്കാല വിശേഷങ്ങൾ. എന്തായാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വടക്കേൽ തറവാട്ടിലെ ഒരു കാരണവർ പൊസിഷനിൽ എത്തിയിരിക്കുന്ന ഒരു അങ്കിളുടെ അടുത്താണ്. അപ്പോൾ അങ്കിളിനോട് തന്നെ നമുക്ക് ചോദിക്കാം കാര്യങ്ങളൊക്കെ. അങ്കിളുടെ പേരെന്താണ്? എൻ്റെ പേര് രാഘവൻ. രാഘവൻ. ഓക്കെ, അങ്കിൾ എന്ത് ചെയ്യുന്നു? ഞാൻ കോൺട്രാക്ടറാണ്. ഇല്ല, ഇപ്പം റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കുകയാണ്. അതിന്റെ കൂടെ ഈ ഓണം കൂടി വന്നതോടുകൂടി ധാരാളം സ്പെഷ്യൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഓണം. ഓക്കെ, അങ്കിളുടെ കാലത്തില് ഓണത്തില് ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടോ? ഞാൻ ഈ തറവാട്ടിൽ വടക്കേൽ തറവാട്ടിൽ വരുമ്പോൾ ഇവരെ അച്ഛൻ ചെലവൂർ കുഞ്ഞിക്കണ്ടൻ, ഇദ്ദേഹത്തിന് എല്ലാവർക്കും അറിയപ്പെടുന്ന ആളാണ്. ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ബന്ധുവാടെയാണ്. അപ്പോൾ മൂപ്പർ 2-3 പിക്ചർ എടുത്തിരുന്നു. കുറേ സിനിമയിൽ ഫീൽഡിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വന്നപ്പം അല്ല ഞാൻ ഇവരെ കാണാൻ വന്ന ഇവരെ മകനെ ഇവരായൻ വിജയനായിരുന്നു കാണാൻ വേണ്ടി വന്നപ്പോൾ ആണ് ഇവരെ അച്ഛനെ പറ്റിയിട്ടുള്ള കഥകൾ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് കാണുമ്പോൾ ഇവിടുന്ന് കുട്ടികൾ പൂ പറിക്കുന്നതാണ്. നമ്മുടെ കോഴിക്കോട് ടൗണിലെ പറയില്ല, ഇവിടെ കഴുത്തിൽ മാലയിട്ട് ഈ കോട്ടയിട്ട് നടക്കുന്ന കുട്ടികളെ ആൾ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണുന്നതാണ് ഇതാണ് സിനിമ പ്രൊഡ്യൂസർ കുഞ്ഞിക്കണ്ടൻ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിനെ പറ്റിയൊരു 2-3 വാക്കുകൾ എനിക്ക് പറയാനില്ല. വേദി കിട്ടിയതിനെ കൊണ്ട് ഞാൻ പറയാം. അന്ന് ഓണം എന്ന് പറഞ്ഞാൽ പൊന്നോണം തന്നെയാണ്. ആർട്ടിഫിഷ്യൽ അല്ല, പൂക്കളടക്കം. അങ്ങനെ ഒരു സംവിധാനം ഈ വീട്ടിലാണ്, തറവാട്ടിലാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഇന്നും അവരത് നിലനിർത്തുന്നു. ആ ഒരു എന്താ പറയുക, പണ്ട് മുതലേ ഉള്ള ഒരു ആചാരം എന്ന രീതിയിൽ ഉപരി അതൊരു ഉത്സവമായിട്ട് തന്നെയാണ് ഇവരിപ്പോഴും കൊണ്ടാടുന്നത് അല്ലേ. കുഞ്ഞിക്കണ്ണൻ മൂപ്പരെ ഒന്ന് അനുഭവിച്ച് വെറുതെ ഇവിടെ ഫോൺ ചെയ്തപ്പോൾ എത്തിപ്പെട്ടതാണ്. അപ്പം പറഞ്ഞു ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒയ്യാറ്, ഞാൻ 2 വാക്ക് കുഞ്ഞിക്കണ്ടൻ തന്ന ആളെ മൂപ്പരെ ഒരു 2 വാക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം കാരണമാണ് എന്താ പറയാ അന്നത്തെ ഓണവും ഇന്നത്തെ ഇപ്പോഴത്തെ ഓണവും അത്രയും സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിച്ചത് അല്ലേ. അത്രയും ഞാൻ വളരെ സന്തോഷമുണ്ട് അല്ലേ. ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ ഒരു യൂണിറ്റി എവിടെയും നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചില്ല. അത് കിട്ടിയ ഇതിന് നിന്ന ആൾക്കാർക്കും ഞാൻ വളരെ നന്ദി പറഞ്ഞു. അപ്പം അങ്കിള് എന്തൊരു സന്തോഷമാണ് നമുക്ക് അങ്കിളുടെ മുഖത്ത് തന്നെ മനസ്സിലാവും. അങ്കിൾ ജസ്റ്റ് ഇവിടെയുള്ള അങ്കിളിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പൊ അങ്കിളിനെ കണ്ടിട്ട് അന്ന് തൊട്ടിട്ട് ഇവിടെ തുടങ്ങിയ റിലേഷനാണ് ഇന്നും ഇവിടെ കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം അടുത്ത് നമുക്ക് നെക്സ്റ്റ് ഒരാളുടെ അങ്കിളുണ്ട്. അങ്കിളുടെ അടുത്ത് ചോദിച്ചു നോക്കാം. അങ്കിളുടെ പേരെന്താണ്? എൻ്റെ പേര് സുരേഷ് നമ്പീശൻ. എൻ്റെ തറവാട്ട് പേരിലും വിജയേട്ടൻ്റെ തറവാട്ട് പേരിലും ഒരു ചെറിയൊരു സാമ്യമുണ്ട്. ഇവിടെ വടക്കേലാണ്, എൻ്റെത് വടക്കേടത്താണ്. സുരേഷ് വടക്കേടത്ത് നമ്പീശൻ. അപ്പോൾ വിജയേട്ടനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് നമ്മളിവിടെ വരുന്നത്. പിന്നെ നമ്മൾ എവിടെ പോകുന്ന സമയത്തും വിജയേട്ടൻ്റെ പിതാവ് കുഞ്ഞിക്കണ്ടൻ മുതലാളി എന്നാണ് നമ്മൾ പണ്ട് കേട്ടിരുന്നത്. അദ്ദേഹം മുതലാളി ബിസിനസ്സിൽ മാത്രമല്ല ഫിലിം ഫീൽഡിലും വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു അദ്ദേഹമാണ്. ഈവൻ കമൽഹാസൻ, ശ്രീദേവി അങ്ങനെയുള്ള വളരെ ഫേമസ് ഫിലിം ആക്ടേഴ്സ് ഇവിടെ ഈ മുറ്റത്ത് വന്നിട്ടുണ്ട് എന്നാണ്, ഈ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നാണ് എത്രയോ ആർട്ടിസ്റ്റ് ഈ മുറ്റത്ത് ഇതേപോലെ ടാലന്റഡ് എന്ന് പറഞ്ഞൂടെ, വേൾഡ് നമ്പർ 1 ടൈം. വെറും ടാലന്റഡ് വിൽ നോട്ട് ബി ഇനഫ്. ഈ കമൽഹാസൻ അങ്ങനെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈവൻ വിജയേട്ടൻ്റെ മാരേജിന് പോലും വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അങ്ങനെയുള്ള ഇപ്പോഴത്തെ ഓണക്കാലവും പണ്ടത്തെ ഓണക്കാലവും ഇറ്റ് ഈസ് റിയലി വളരെയധികം ഡിഫറൻസ് ആണ്. ഓഫ് കോഴ്സ്. മാത്രമല്ല ഇപ്പോഴത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പൂക്കളം തന്നെ കണ്ടോളൂ. ഇവിടെ ഒരു തുമ്പപ്പൂ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഐ റിയലി ഡൗട്ട്. പണ്ട് തുമ്പപ്പൂവാണ് മെയിനായിട്ടുള്ളത്. തുമ്പപ്പൂ വെച്ചാൽ പൈസ കൊടുക്കേണ്ട, 1 രൂപ കൊടുക്കേണ്ട, തുമ്പപ്പൂ വിൽ ബി ദെയർ. ഇവിടെ ഇറങ്ങിയാൽ മതി. ഇവിടെ അതില്ല വെച്ചാൽ ഇവിടുത്തെ ഇതല്ല, എവിടുത്തെയും കേരളത്തിൽ എവിടെയും തുമ്പപ്പൂ ഇല്ല. ഒന്നുകിൽ വീടുകൾ. അപ്പം അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിൽ ഇപ്പോഴത്തെ ഓണം എന്ന് പറയുന്നത് ഡിജിറ്റൽ ഓണാണ്. പണ്ടത്തേതാണ് ആക്ച്വൽ ട്രഡീഷണൽ ഓണം. അപ്പം പണ്ട് പിന്നെ കഷ്ടപ്പാടുണ്ടായിരുന്നു. ഒരു ശർക്കരപ്പേരി, വറുത്തപ്പേരി, പരിപ്രഥമൻ ഓർ അടപ്രഥമൻ ഒക്കെ ഉള്ള ഒരു ഓണം എന്ന് പറയുന്നത് അന്ന് വളരെ ആ ഓണക്കാലത്ത് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം എന്ന് പറഞ്ഞാൽ എന്നും
ഇവിടെ ഇപ്പം എല്ലാ ദിവസവും ഓണാണ് വിജയേട്ടന്റെ വീട്ടില്. പക്ഷേ ഇത് ഓണാഘോഷം എന്നുള്ള പേരിൽ നമ്മൾ വന്നു. ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ കുഡ് ഓൾസോ ജോയിൻ. ഇതിന്റെ അകത്ത് ഫുൾ എന്താ പറയാ എല്ലാരും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നത് വിജയൻ എന്ന് 100% വിജയേട്ടൻ, വടക്കേൽ വിജയേട്ടൻ ഇതിന് തന്റെ ഇടം ധൈര്യം കാട്ടിയതിൽ നമ്മള് ഒരുമിച്ച് ഒരു ഭയങ്കര സന്തോഷം. kudos to him. Okay. Thank you very much. ആന്റിയുടെ പേരെന്താണ്? ജയ. ആന്റി എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണ്. ഓക്കെ. അപ്പൊ എങ്ങനെ തോന്നുന്നു ഇന്നത്തെ ഓണം, ഇന്നത്തെ ഈ ഓണം? ഓക്കെ. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗെറ്റ് ടുഗെദർ ഒക്കെ ഉണ്ടാക്കാറുണ്ടോ? എപ്പോഴും ഉണ്ടാവാറുണ്ട്, അതിനൊന്നും യാതൊരു പഞ്ഞവുമില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓക്കെ. പലരും പല തിരക്കുന്നാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാലും നിങ്ങൾ കാണാൻ ശ്രമിക്കാറുണ്ട് അല്ലേ? കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കാണുന്നതൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഇപ്പോഴും കാണും. ഓക്കെ ആന്റി. പിന്നെ ആന്റി എവിടെയാണ് വീട്? കുന്നമംഗലം. ഓക്കെ. അവിടുന്ന് ഇവിടം വരെ എല്ലാരും കാണാനും ഈ ഓണത്തിൽ പങ്കെടുക്കാനൊക്കെ എത്തിയിരിക്കുകയാണ്. ഓക്കെ. ആന്റിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറക്കാനാവാത്ത ഒരു ഓണം ഏതാണ്? ഓക്കെ. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ രാവിലെ പൊലച്ചൊക്കെ എണീറ്റിട്ട് ഇന്നിപ്പോ പ്ലാസ്റ്റിക് കവറിൽ നമുക്ക് കിട്ടും അല്ലേ? ഓക്കെ. റെഡിമെയ്ഡ് ആണ്. ഓക്കെ. അപ്പൊ അതില് വലിയൊരു ഡിഫറൻസിന് കാണുന്നുണ്ട്. അപ്പൊ ഒന്നിച്ച് പറിക്കാൻ പോകും, അതൊരു സന്തോഷമായിരുന്നു. അപ്പൊ അതിന്റെ പൂ വാങ്ങി വന്ന് ഇതാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് പൂവൊക്കെ കളക്ട് ചെയ്ത് അത് നല്ലൊരു ഫ്ലാക്കാപ്പിട്ട് ആക്കുന്ന സമയത്ത് മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തി ഉണ്ടാവും അല്ലേ? ഇന്ന് എന്താ പറയാ, ഓണത്തിന് പൂക്കള് ഒക്കെ ഇടാൻ തന്നെ കുട്ടികളൊന്നും കിട്ടുന്നില്ല. അതില് പൂവൊക്കെ കിട്ടിയാൽ തന്നെ പൂ ഇടാൻ കുട്ടികളെ ഇല്ല. ടിവിയില് ഫിലിംസ്, അതേപോലെ ഓരോ പ്രോഗ്രാംസ്. അപ്പൊ അതിന്റെ ഇടയിൽ നിങ്ങളൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്കൊക്കെ തോന്നുന്നത്. ഇങ്ങനെയും നമുക്ക് ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ഓണം ഇനിയും ആഘോഷിക്കാന്നാണ് ഇവർ മാതൃകയായിട്ട് കാണിച്ചു തരുന്നത്. ഇനി ഇതവിടെ കുറെ നമ്മളുടെ ഏജിലുള്ള ആൾക്കാരുണ്ട്, അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. കുഞ്ഞാഞ്ഞേ കുഞ്ഞാഞ്ഞേ തിരണം വന്നല്ല കുഞ്ഞാഞ്ഞേ